ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിവിൽ PSC ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഡ്രെയിനേജ് ഓഫ് ബിൽഡിങ്സ്, അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിമൂവൽ ഓഫ് സ്ലഡ്ജ് ഈസ് എ ഡാഷ് ജോബ് ഇൻ സെപ്റ്റിക് ടാങ്ക്. The removal of sludge is a dash job in septic tank. Difficult, good, simple, easy. അതായത് ഒരു സെപ്റ്റിക് ടാങ്കിന്ന് സ്ലഡ്ജ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. സ്ലഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റിക് ടാങ്കിൻ്റെ താഴെ ഊറിക്കിടക്കുന്ന ആ ഒരു വെള്ളം മുകളിലും ബാക്കിയുള്ള പോർഷൻ താഴെ ഊറിക്കിടക്കുന്ന ആ ഒരു പോർഷനെയാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോളിഡ് കണ്ടൻറ് ഓഫ് സിവറേജ് ഈസ് യൂഷ്വലി 0.1%, 0.9%, 9%, 99%. എന്താ ചോദിച്ചാൽ, അതായത് സിവറേജിലെ സോളിഡ് കണ്ടൻറ് എത്ര ശതമാനമാണ്? സോളിഡ് കണ്ടൻറ് എന്ന് പറയുന്നത് 0.1% ആണ്. Third question, in a dash pipe system of plumbing work, soil and waste pipe are separated. In a dash pipes system of plumbing work, soil and waste pipe are separated. Separate, combine, 1, 2. ഇതിൽ ഏത് പൈപ്പ്സ് ആണ് സെപ്പറേറ്റ് സോയിൽ ആൻഡ് വേസ്റ്റ് പൈപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 2 പൈപ്പാണ്. 2 പൈപ്പ് സിസ്റ്റത്തിലാണ് സോയിൽ ആൻഡ് വേസ്റ്റ് പൈപ്പ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി എന്താണ് സെപ്പറേറ്റ് എന്ന് നോക്കാം. സെപ്പറേറ്റ് പൈപ്പ് എന്ന് പറയുന്നത് have 2 pipes. ഇതിൽ 2 ടൈപ്പ് പൈപ്പ്സ് ഉണ്ട്. 1 പൈപ്പ് ക്യാരിയിങ് സ്റ്റോം വാട്ടർ ആൻഡ് അതർ ക്യാരിയിങ് വേസ്റ്റ് വാട്ടർ. അതായത് ആ സെപ്പറേറ്റ് പൈപ്പിൽ ഒരു പൈപ്പ് സ്റ്റോം വാട്ടർ, അതായത് റെയിൻ വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പും മറ്റേത് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പും ആയിരിക്കും. അപ്പം അതിനെയാണ് സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് കളക്ട് റെയിൻ വാട്ടർ റൺ ഓഫ് പിന്നെന്താണ് ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഇൻ ദി സെയിം പൈപ്പ്. ഈ ട്രാൻസ്പോർട്ട് ഓൾ ഓഫ് ദിയർ വേസ്റ്റ് വാട്ടർ ടു സീവേജ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഒറ്റ പൈപ്പാണുള്ളത്. പൈപ്പ് തന്നെ എന്തൊക്കെയുണ്ട്? കളക്ട് റെയിൻ വാട്ടർ ഉണ്ട്, പിന്നെന്താണ് റെയിൻ വാട്ടർ കളക്ട് റെയിൻ വാട്ടർ റൺ ഓഫ്, പിന്നെ ഡൊമസ്റ്റിക് സീവേജ് ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഉണ്ട്. ഇതിനെയാണ് കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് 1 പൈപ്പ് എന്ന് പറയുന്നത്? 1 പൈപ്പ് എന്ന് പറയുന്നത് അതിൽ എല്ലാ നിലകളിലുമായിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ നിലകളുണ്ടാവും, എല്ലാ നിലകളിലുമായിട്ട് വെൻറ്റ് പൈപ്പ്, വാട്ടർ ക്ലോസറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ നിലകളിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഓരോ നിലയിലും ഒന്നിന് മുകളിലായിട്ടാണ് ബ്ലോക്കുകളായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ നിലകളിലും മലിനജലം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the slab and stall type urinals are generally provided in dash. The slab and stall type urinals are generally provided in dash. Residential building, cinema theatre, apartment, cottage. അതായത് സ്ലാബ് ആൻഡ് സ്റ്റാൾ ടൈപ്പ് യൂറിനൽ കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? ഇത് വെച്ച് ഈ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സിനിമ തിയേറ്ററിലാണ് അങ്ങനത്തെ യൂറിനൽസ് കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണ ബിൽഡിങ്ങിലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ്സിലും ക്വാർട്ടേഴ്സിലൊന്നും അത്തരം ടൈപ്പ് യൂറിനൽസ് കൊടുക്കാറില്ല.
ഇനി 5th ക്വസ്റ്റ്യൻ, വിച്ച് പൈപ്പ് ക്യാരി ലിക്വിഡ് വേസ്റ്റ് ഫ്രം സിങ്ക്, വാഷ് ബേസിൻ, ബാത്റൂം ആൻഡ് കിച്ചൺ? അതായത് വിച്ച് പൈപ്പ് ക്യാരി ലിക്വിഡ് വേസ്റ്റ് ഫ്രം സിങ്ക് ആൻഡ്, അതായത് സിങ്കിലെയും വാഷ് ബേസിൻ്റെയും പിന്നെ ബാത്റൂം ആൻഡ് കിച്ചൺ അവിടുത്തെയൊക്കെ വേസ്റ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ പൈപ്പിനെ പറയുന്ന പേരാണ് വേസ്റ്റ് പൈപ്പ്. വേസ്റ്റ് പൈപ്പാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി എന്താണ് സോയിൽ പൈപ്പ്, ഹൗസ് സീവർ പൈപ്പ്, സീവർ പൈപ്പ് എന്ന് നോക്കാം. സീവർ പൈപ്പ് എന്ന് പറയുന്നത് ക്യാരി വേസ്റ്റ് ഫ്രം ഡേർട്ടി വാട്ടർ ഫ്രം ഹൗസ് ഓർ ഫാക്ടറീസ്. അതായത് വീട്ടിൽ അല്ലെങ്കിൽ ഫാക്ടറീസിലേക്ക് ഡേർട്ടി വാട്ടറിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് സീവർ പൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ സോയിൽ പൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരി സോളിഡ് വാട്ടർ ഫ്രം ടോയ്ലറ്റ്, യൂറിനൽസ് ഓർ ബാത്ത്. അതിനെയാണ് സോയിൽഡ് വാട്ടർ ഫ്രം ടോയ്ലറ്റ് ആൻഡ് യൂറിനൽസിലും ടോയ്ലറ്റിലേക്ക് സോയിൽഡ് വാട്ടറിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് സോയിൽ പൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൗസ് സീവർ പൈപ്പാണ്. ഹൗസ് സീവർ പൈപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെയിൻ ഡ്രെയിൻ അണ്ടർ ബേസ്മെൻറ്റ് ഫ്ലോർ. അതായത് ബേസ്മെൻറ്റ് ഫ്ലോറിലൊക്കെ നമ്മൾ കൊടുക്കണം. അതായത് സോയിലിനെ അല്ലെങ്കിൽ വേസ്റ്റിനെയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പ് പൈപ്പിംഗ് സിസ്റ്റമാണ് ഹൗസ് സീവർ പൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ PVC അല്ലെങ്കിൽ PVC ആണ് സാധാ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാറ്. അതിലും കൂടുതൽ ക്വാളിറ്റിയുള്ള പൈപ്പ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇനി വേസ്റ്റ് പൈപ്പ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യൻ, ട്രാപ്സ് ആർ യൂസ്ഡ് ഇൻ household drainage system to. Traps are used in household drainage system to provide partial vacuum, restrict flow of water, prevent entry of foul gases in the houses, trap solid waste. അതായത് എന്തിനാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിന് ട്രാപ്സ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് കൊടുക്കുന്നത്? ഫൗൾ ഗ്യാസസിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാപ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഫൗൾ ഗ്യാസസ് ഇൻ ദി ഹൗസ് ആണ് ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ, hardness of portable water is dash. Hardness of portable water is dash. 6 to 9 degree, 7 to 10 degree, 5 to 8 degree, 1 to 4 degree. അതായത് എന്താ ചോദിച്ചാൽ പോർട്ടബിൾ വാട്ടറിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 5 to 8 degree. 8th question, the underground structure in the form of circular and rectangular pore for admitting sewage is called dash pool. പൂൾ എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നാണ്, അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. The underground structure in the form of circular and rectangular for admitting sewage is dash pool. Waste, cess, swimming, difficult. അതായത് അണ്ടർഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എന്തിന്? സീവേജിനെയൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ സെക്ഷനിലൊക്കെ കൊടുക്കുന്ന സ്ട്രക്ചറിനെ എന്ത് പൂളെന്നാണ് പറയുന്നത്. ആൻസർ സെസ് പൂൾ. 9th question, the Unwin's formula is dash. The Unwin's formula is dash. D is equal to 6.5 into T. D is equal to 6.5 into T square. D is equal to 6.5 plus T. D is equal to 6.5 root T. Unwin's formula equation എന്ന് പറയുന്നത് D is equal to 6.5 root T ആണ്. 10th question, the velocity of flow in sewer should be. The velocity of flow in sewer should be more than cleaning velocity, less than cleaning velocity, not more than 50 cm per second, at least 30 cm per second. എന്താണ് വെലോസിറ്റി ഓഫ് ഫ്ലോ സീവറിലുള്ള അതിൻ്റെ
ആ ഒരു ഫ്ലോൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ ക്ലീൻസിങ് വെലോസിറ്റി ആയിരിക്കും. അത് ക്ലീൻസിങ് വെലോസിറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും. 11th question. Manhole are constructed on dash side of small sewer line. Manhole are constructed on dash side of small sewer line. Down, up, tilting, lower. അതായത് മാൻഹോള് സീവർ ലൈനിൻ്റെ എവിടെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാൻഹോള് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഏത് പൊസിഷനിലായിട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ അപ്പ്. Manhole are constructed on upside of smaller sewer line. 12th question. In septic tank, inlet and outlet pipes are bent dash. In septic tank, inlet and outlet pipes are bent dash. Vertical, side, straight, downward. ഒരു സെപ്റ്റിക് ടാങ്കിൽ എന്തുണ്ടാവും? ഇൻലെറ്റ് പൈപ്പും ഉണ്ടാവും, ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബെൻഡ് എങ്ങോട്ടായിട്ടാണ്, ഏത് പൊസിഷനിലേക്കാണ് അതിൻ്റെ ബെൻഡ് ഉണ്ടാവുക? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ബെൻഡ് എപ്പോഴും ഉണ്ടാവുക ഡൗൺവേർഡ് പൊസിഷനിലേക്കായിരിക്കും. ഇനി 13th question. All type of liquid waste in building is called. All type of liquid waste in a building is called garbage, ashes, rubbish, sewage. അതായത് ഒരു ബിൽഡിങ്ങിലെ എല്ലാ ടൈപ്പ് ലിക്വിഡ് വേസ്റ്റിനെയും പറയുന്ന പേരെന്താണ്? എന്താണ് ആൻസർ? ഓൾ ടൈപ്പ് ഓഫ് ലിക്വിഡ് വേസ്റ്റ് ഇൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ് സീവേജ്. സീവേജ് ആണ് എല്ലാ ടൈപ്പ് വേസ്റ്റും ഉൾപ്പെടും അതിൽ. ഇനി എന്താണ് ഗാർബേജ്, ആഷസ്, റബ്ബിഷ് എന്ന് നോക്കാം. റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓഫീസേഴ്സ്, റെസിഡൻഷ്യൽ ഏരിയാസ് ആൻഡ് അതർ ബിൽഡിംഗ്. അതായത് ഓഫീസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയാസ് അല്ലെങ്കിൽ അതർ മറ്റ് ബിൽഡിങ് അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? അങ്ങനത്തെയൊക്കെ അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റിനെയാണ് നമ്മൾ റബ്ബിഷ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് മെറ്റീരിയൽ ഓഫ് ബിൽഡിങ്സ്, ബ്രോക്കൺ ഫേർണിച്ചേഴ്സ്, പേപ്പേഴ്സ്, റാക്സ്, അതിനൊക്കെ എക്സാമ്പിൾ. ഇനി ഗാർബേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്രൈ വേസ്റ്റ് ആണ്. അതായത് ഇറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് സച്ച് ആസ് വേസ്റ്റ് പേപ്പർ, പിന്നെന്താ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രാസ്, ലീവ്സ്, അതിൻ്റെയൊക്കെ വേസ്റ്റിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ഇനി ആഷസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ, ഡ്രൈ വേസ്റ്റൊക്കെ നമ്മൾ കത്തിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ചാരത്തിനെയാണ് ആഷസ് എന്ന് പറയുന്നത്. 14th question. Which is the organic material? Which is the organic materials? Waste building material, leaves of trees, papers, etc. Tiles, glass. എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ലീവ്സ് ഓഫ് ട്രീസ് ആൻഡ് പേപ്പേഴ്സ്. മറ്റുള്ളതൊക്കെ ഇനോർഗാനിക് മെറ്റീരിയൽസ് ആണ്. 15th question. In water carrier system, dash is used as medium for the collection and conveyance of sewage. In water carrier system, dash is used as medium for the collection and conveyance of sewage. Water, liquid, wastewater, reused water. Answer water. 16th question. All type of house waste and garbage in dry form is called. All type of house waste and garbage in dry form is called dash. Drainage, sewer, refuse, sludge. എന്താണ് ചോദിച്ചാൽ അതായത് ഓൾ ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പ് വേസ്റ്റിൻ്റെയും ഡ്രൈ ഫോമിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ
refuse. ഇനി സ്ലെഡ്ജ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്കിലൊക്കെ അടിഞ്ഞു കൂടുന്ന അടിയിൽ അടിഞ്ഞു കൂടുന്ന ഒരു പോർഷനെയാണ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. സീവർ എന്ന് പറഞ്ഞാൽ സീവേജിനെയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം പൈപ്പിനെയാണ് സീവർ എന്ന് പറയുന്നത്. ഡ്രൈനേജ് പറഞ്ഞാൽ ആ സീവറിലൂടെ പാസ് ചെയ്യുന്ന സീവേജിനാണ് ഡ്രൈനേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് സ്കം സ്റ്റോറേജ് പെർ ക്യാപിറ്റ ഇൻ സെപ്റ്റിക് ടാങ്ക്? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് സ്കം സ്റ്റോറേജ് പെർ ക്യാപിറ്റ ഇൻ സെപ്റ്റിക് ടാങ്ക്? 0.01 m², m3, 0.1 m3, 0.001 m3, 1 m3. അതായത് സെപ്റ്റിക് ടാങ്കിലെ സ്കം സ്റ്റോറേജ് പെർ ക്യാപിറ്റയിലെ സ്കം സ്റ്റോറേജ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 0.01 m3. ഒരു ദിവസത്തെ സ്കം സ്റ്റോറേജ് എന്ന് പറയുന്നതാണ് 0.01 m3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സീവേജ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ആൻഡ് emits offensive odor? Which sewage undergoes decomposition and emits offensive odor? Dilute sewage, septic sewage, storm sewage, raw sewage. Answer septic sewage. അതായത് ഡീകമ്പോസിഷനിലൂടെ പിന്നെ എമിറ്റ്സ് എഫെൻസീവ് ഓർഡറിൽ ഡീകമ്പോസിഷൻ ആവുന്നത് ഏത് സീവേജ് എന്നാണ് ചോദിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിലത്തെ സീവേജ് തന്നെയാണ്. കാരണം ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു വന്നിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ചെറിയ രീതിയിലൊന്ന് ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. ഹൊറിസോണ്ടൽ കണ്ടിന്യൂസ് ഫ്ലോ ബെഡ് ടാങ്കിലേക്ക് ആദ്യം പാസ് ചെയ്യും. ദെൻ എക്സ്റ്റെൻഡഡ് സെഡിമെൻറ്റേഷൻ ടാങ്ക്, ദെൻ 12 to 36 hours ഡിറ്റൻഷൻ. 12 മുതൽ 36 മണിക്കൂർ വരെ അത് ഡിറ്റൻഷനിലായിരിക്കും. പിന്നെന്താണ് ദെൻ ടാങ്ക് ക്ലോസ് ചെയ്തതിനു ശേഷം അനേറോബിക് ഡീകമ്പോസിഷൻ ഓഫ് സെറ്റിൽഡ് സ്ലെഡ്ജ്. ദെൻ 3 പർപ്പസ് ആണ് ഇത് പിന്നീട് നടക്കുന്നത്. സെഡിമെൻറ്റേഷൻ, ഡയജഷൻ ടാങ്ക്, പിന്നെ ലാസ്റ്റായിട്ട് സ്റ്റോറേജ് ഓഫ് ഡയജസ്റ്റഡ് സ്ലെഡ്ജ്. പിന്നെ ലാസ്റ്റ് സ്ലെഡ്ജ് ഫോം ചെയ്യും. ഇനി എന്താണ് ബാക്കിയുള്ള സീവേജ്? ഡൈല്യൂട്ട് സീവേജ്, പിന്നെ സ്റ്റോം സീവേജ്, റോ സീവേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in septic tank the size of the free body is assumed as 30 cm, 20 cm, 15 cm, 10 cm. Answer 13 cm. Next question, the manhole covers usually made of cement, steel, wood, cast iron. മാൻഹോൾ കവർ നമ്മൾ യൂഷ്വലി മെയ്ഡ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. കാസ്റ്റ് അയൺ ആണ് അതിൻ്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിക്വിഡ് വേസ്റ്റ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇനി തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസും അതിനെക്കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഡിസ്കഷനൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ അത് കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് പിന്നെ ഒരു ദിവസം കാണാം.